രാജ്യത്ത് മൊബൈൽ ഫോൺ സേവനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് സാധാരണക്കാരായ പൊതുജനത്തെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ടെലികോം കമ്പനികളും തങ്ങളുടെ പ്രതിമാസ പ്ലാനുകൾ കോംബോ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഫോൺ കോൾ, മൊബൈൽ ഡാറ്റ, SMS, OTT പ്ലാറ്റ്ഫോം എന്നിവയ്ക്കായി ചേർത്താണ് വിവിധ കമ്പനികളുടെ പ്ലാനുകൾ. എന്നാൽ ഇതിൽ എല്ലാ സേവനങ്ങളും എല്ലാവരും ഉപയോഗിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അതിനാൽ തന്നെ വിവിധ പ്ലാനുകളിലെ ഫോൺ കോൾ, SMS, ഡാറ്റ എന്നിവയ്ക്ക് ഒരുമിച്ച് കോംബോ ആയി പണം ഈടാക്കുന്നതിന് പകരം ആളുകൾക്ക് ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാൻ വെവ്വേറെ പ്ലാനുകൾ എന്നതിന്റെ സാധ്യതയാണ് ട്രായ് ആരാഞ്ഞത്. ഉദാഹരണത്തിന്, ഒരാൾക്ക് മൊബൈൽ ഡാറ്റയും ഫോൺ കോളും മാത്രം മതിയെങ്കിലും അയാൾക്ക് SMS സേവനത്തിനും ചേർത്താണ് പ്ലാനിംഗ് പണം നൽകേണ്ടി വരിക. ഇതിന് പകരം ഫോൺ കോൾ, ഡാറ്റ, SMS, OTT എന്നിവയ്ക്ക് പ്രത്യേകം റീചാർജ് ഏർപ്പെടുത്തിയാൽ ആളുകൾക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കാം. ഇതിലൂടെ മൊബൈൽ റീചാർജിംഗ് നിരക്ക് കുറയുമെന്നതാണ് നേട്ടം. നിലവിൽ 300 മില്യൺ ഫീച്ചർ ഫോൺ ഉപഭോക്താക്കളാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് കണക്ക്. ഇവർ ഫോൺ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും ഡാറ്റ ഉപയോഗിക്കാറില്ല. ഇതാണ് ട്രായ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നത്. ഓഗസ്റ്റ് 16 വരെ നിർദ്ദേശം നൽകാം. എതിരഭിപ്രായങ്ങൾ അറിയിക്കാൻ ഓഗസ്റ്റ് 23 വരെ അവസരവും നൽകും. എല്ലാ സേവനങ്ങളും എല്ലാ ഉപഭോക്താക്കൾക്കും ആവശ്യമില്ലാത്തതിനാൽ ഉപയോഗിക്കാത്ത സേവനത്തിനാണ് പലരും പണം ചെലവാക്കുന്നത്. ബണ്ടിൽഡ് ഓഫറുകൾ വരിക്കാർക്ക് പ്ലാൻ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പരിമിതിയാണെന്നും ട്രായ് വ്യക്തമാക്കി. 2012 ടെലികോം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യുകയും നിലവിലുള്ളതിനൊപ്പം പ്രൊഡക്ട്സ് സ്പെസിഫിക് താരിഫ് പ്ലാനുകൾ കൊണ്ടുവരണമെന്നുമാണ് ട്രായ് നിർദ്ദേശങ്ങൾ തേടുന്നത്. അതേസമയം ഇന്ത്യയിൽ നിലവിൽ 3 സ്വകാര്യ മേഖലാ ലൈസൻസുകളും ഒരു പൊതുമേഖലാ ലൈസൻസിയുമാണ് മൊബൈൽ സേവനങ്ങൾ വിതരണം ചെയ്യുന്നത്. മത്സരത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് മൊബൈൽ സേവനങ്ങൾക്ക് അനുയോജ്യമായ ഒരു മാർക്കറ്റ് ഘടന തന്നെയാണ്. ടെലി കമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെ നിരക്കുകൾ തീരുമാനിക്കുന്നത് കമ്പോള ശക്തികളാണ്. സ്വതന്ത്ര റെഗുലേറ്റർ വിജ്ഞാപനം ചെയ്യുന്ന നിയന്ത്രണ ചട്ടക്കൂടിനുള്ളിൽ, അതായത് ട്രായ് പ്രവർത്തനം ട്രായുടെ കീഴിലായതിനാൽ താരിഫുകൾ സഹിഷ്ണുതയിലായതിനാലും സ്വതന്ത്ര വിപണി തീരുമാനങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ല. മൊബൈൽ ഫോണിലെ സേവനങ്ങളുടെ താരിഫിലെ ഏത് വിവരങ്ങളും നിരീക്ഷണ വിധേയമാണ്. അത്തരം മാറ്റങ്ങൾ നിർദ്ദിഷ്ട നിയന്ത്രണ ചട്ടക്കൂടിനുള്ളതിലുമാണ്. 2 വർഷത്തിലേറെയായി TSPകൾ മൊബൈൽ സേവനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത്. അതിവിടെ പരാമർശിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്തുടനീളം 5G സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി വൻതോതിലാണ് നിക്ഷേപം നടത്തിയത്. ഇത് മീഡിയൻ മൊബൈൽ സ്പീഡിൽ 100 എന്ന ലെവലിലേക്ക് ഗണ്യമായ വർധനയാണ് ഉണ്ടാക്കുന്നത്. 2022 ഒക്ടോബറിൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര റാങ്ക് കുതിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനു മുമ്പ് ടെലി കമ്മ്യൂണിക്കേഷൻ മേഖല വിവാദങ്ങളിൽ മുങ്ങിയിരുന്നു. സുതാര്യതയുടെ അഭാവം, അതിനാൽ മൊബൈൽ സേവനങ്ങളുടെ വളർച്ച മുരടിപ്പായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഗവൺമെന്റിന്റെ പുരോഗമന നയങ്ങൾ കാരണം ടെലി കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾക്ക് നിരക്ക് അത് ശബ്ദമായാലും ഡാറ്റയായാലും ക്രമാതീതമായി കുറയുകയാണ് ഉണ്ടായത്. പൂർണ്ണമായും സുതാര്യമായും കാര്യക്ഷമവുമായ സ്പെക്ട്രം ലേലത്തിൽ നിന്ന് വലിയൊരു തുക നികുതിയേതര വരുമാനത്തിന്റെ ഗുണഭോക്താവാണ് സർക്കാർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.